മസിലുകൾ കൂടുതൽ വലുതാകണമെങ്കിൽ അതിലേക്ക് കൂടുതൽ സ്ട്രെസ് ചെല്ലണം. കൂടുതൽ സ്ട്രെസ് മസിലിന് കൊടുക്കാൻ സഹായിക്കുന്ന ഒരു സംഭവമാണ് പ്രോഗ്രസീവ് ഓവർലോഡ്. പ്രോഗ്രസീവ് ഓവർലോഡാണ് ശരിക്കും ഹോളി ഗ്രെയിൽ ഓഫ് ബോഡി ബിൽഡിംഗ്. കാര്യം സിമ്പിളാണ്, ഇത്രയേ ഉള്ളൂ. കഴിഞ്ഞ തവണ ചെയ്തതിനേക്കാൾ കൂടുതൽ ഈ പ്രാവശ്യം ചെയ്യുക, അത്രയേ ഉള്ളൂ. എക്സാമ്പിളായിട്ട് പറയുവാണെങ്കിൽ കഴിഞ്ഞ തവണ ഞാൻ ഒരു വർക്കൗട്ട് 10 കിലോ വെച്ച് 3 സെറ്റ് വീതം 15 റെപ്സ് ചെയ്തെന്ന് വിചാരിക്കുക. അപ്പോൾ അടുത്ത വർക്കൗട്ട് സെഷനിൽ ഇതേ സെയിം എക്സസൈസ് ഉപയോഗിച്ച് ആ മസിലിന് കൂടുതൽ സ്ട്രെസ് കൊടുക്കാനായിട്ട് ഒന്നല്ലെങ്കിൽ കൂടുതൽ വെയിറ്റ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ 15 റെപ്സിന് പകരം 16 റെപ്സ് ചെയ്യുക, അല്ലെങ്കിൽ 3 സെറ്റിന് പകരം 4 സെറ്റ് ചെയ്യുക. പിന്നെ ഓരോ സെഷനിലും ചെയ്യുന്ന വർക്കൗട്ടിൻ്റെ ടെക്നിക്ക് പക്കയായിരിക്കണം. തോന്നുന്ന പോലെ ഈഗോ ലിഫ്റ്റ് ചെയ്തിട്ട് അതിൽ ഒരു കാര്യവുമില്ല. ഇങ്ങനെ ഓരോ സെഷനിലും വർക്കൗട്ടിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുന്നതിനെയാണ് പ്രോഗ്രസീവ് ഓവർലോഡ് എന്ന് പറയുന്നത്. ഈ വർക്കൗട്ട് സെഷൻ എന്ന് വെച്ചാൽ ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ മൺഡേ ലെഗിന് വർക്കൗട്ട് ചെയ്താൽ ഇനി ലെഗിന് എപ്പോൾ വർക്കൗട്ട് ചെയ്യുന്നത്, അതാണ് അടുത്ത സെഷൻ. പ്രോഗ്രസീവ് ഓവർലോഡ് ചെയ്യണമെങ്കിൽ നമ്മൾ നമ്മുടെ കഴിഞ്ഞ വർക്കൗട്ട് സെഷനിൽ നമ്മൾ എത്ര വെയിറ്റ് ചെയ്തു, എത്ര റെപ്സ് ചെയ്തു, എത്ര സെറ്റ് ചെയ്തു, ഇതെല്ലാം ഓർത്തിരിക്കണം. ഇതെല്ലാം ഓർത്തിരിക്കാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല, ചിലപ്പോൾ ഭയങ്കര പാടായിരിക്കും. അതുകൊണ്ട് ഫോണിലോ നമ്മുടെ ബുക്കിലോ എന്തെങ്കിലും എഴുതി വെക്കുന്നതായിരിക്കും നല്ലത്. അതിനും മടിയാണെങ്കിൽ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലും സ്ട്രോങ് എന്ന ആപ്പ് ഉണ്ട്, അതിൽ ഈസി ആയിട്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം. അപ്പോൾ ഇനിയുള്ള എല്ലാ വർക്കൗട്ട് സെഷനും പ്രോഗ്രസീവ് ഓവർലോഡ് ചെയ്ത് മസിൽ ബിൽഡ് ചെയ്യുക. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ഡയറ്റും കൂടി നോക്കിയാൽ ബാക്കി എല്ലാം സെറ്റ്. ഈ പ്രോഗ്രസീവ് ഓവർലോഡ് എന്ന കോൺസെപ്റ്റ് നമുക്ക് നമ്മുടെ ബോഡി ബിൽഡിങ്ങിനും അല്ലെങ്കിൽ മസിൽ ബിൽഡിങ്ങിനും മാത്രമല്ലാണ്ട് നമ്മുടെ ലൈഫിൽ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ ജീവിതത്തിൽ എന്ത് വർക്ക് ചെയ്യുവാണെങ്കിലും എന്ത് സ്കില്ല് പഠിക്കുവാണെങ്കിലും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതിനേക്കാൾ കൂടുതൽ ഈ പ്രാവശ്യം ചെയ്യാൻ നോക്കുക, ഉറപ്പായിട്ട് റിസൾട്ട് വരും. അപ്പോൾ അത്രയേ ഉള്ളൂ ഗായ്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.